കഴിഞ്ഞ ദിവസമാണ് പ്രിയങ്ക ഗാന്ധി പാണക്കാടെത്തി ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത്. തികച്ചും സൗഹാർദ്ദപരമായ സന്ദർശനമാണ് എന്ന് പറയുമ്പോഴും ഡൽഹിയിൽ ലീഗിന്റെ നേതൃത്വത്തിൽ നടന്ന ഇഫ്താർ സംഗമത്തിലും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഒരു അജണ്ടയുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ കേരളത്തിലെത്തിയ പ്രിയങ്ക പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളോടൊത്ത് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതിനു പിന്നിലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വമ്പൻ നീക്കമുണ്ട്. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ശിഹാബ് തങ്ങൾ റംസാൻ ഇഫ്താറിന്റെ കൂടി മാസമാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴും അവിടെയും ഇവിടെയും തൊടാതെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും കൂടെ നിർത്തി ഒരു കാര്യം സൂചിപ്പിച്ചു. കേരളത്തിലെ കാലാവസ്ഥ നല്ലതാണ് എന്ന് പ്രിയങ്ക പറഞ്ഞിട്ടുണ്ട് എന്നതായിരുന്നു അത്. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ മീനവയിൽ ചൂടിൽ വെന്തുരുകുമ്പോൾ പ്രിയങ്ക എന്താണ് ഈ പറഞ്ഞത് എന്നാണ് ആലോചിക്കുന്നതെങ്കിൽ പ്രിയങ്ക പറഞ്ഞത് രാഷ്ട്രീയ കാലാവസ്ഥ അനുകൂലമാണ് എന്നതായിരുന്നു. ഒരു ചിരിയിലൂടെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആ കാര്യം പറഞ്ഞത്. ഇവിടെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളോടൊപ്പം കുഞ്ഞാലിക്കുട്ടി കൂടാതെ പിന്നിൽ മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു. ആര്യാടൻ ഷൗക്കത്തായിരുന്നു അത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഷൗക്കത്ത് VS ജോയിയും ഇവരിൽ ആര് മത്സരിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വരാതിരിക്കുമ്പോഴാണ് വീണ്ടും ഷൗക്കത്തിനെ പ്രിയങ്ക പങ്കെടുത്ത ഇഫ്താറിൽ കാണുന്നത്. ഇവിടെ ഷൗക്കത്തിനായിട്ട് പ്രിയങ്ക പച്ചക്കൊടി വീശിയോ എന്ന കാര്യത്തിലൊന്നും യാതൊരു വ്യക്തതയും വന്നിട്ടില്ല. അതുമാത്രവുമല്ല, കേരളത്തിൽ മൂന്നാം പിണറായി സർക്കാർ വീണ്ടും വരുമെന്നുള്ള അലയടികൾ പല ഭാഗത്തു നിന്നും ഉയർന്നു കേൾക്കുമ്പോൾ അജണ്ടകൾ രൂപീകരിച്ചുകൊണ്ടുള്ള നവകേരള മാതൃകയുമായി കൊല്ലത്തെ വലിയ സമ്മേളനവും നടത്തി CPIM കേരളത്തിന്റെ രാഷ്ട്രീയ ഗോതയിലേക്ക് ഇറങ്ങിയ സമയത്താണ് പിണറായി വിജയന്റെയും മകൾ വീണ വിജയന്റെയും മാസപ്പടി വിവാദമൊക്കെ കാറ്റിൽ പറന്നുപോയി ഇരുകൂട്ടരെയും വെള്ളപൂശുന്ന റിപ്പോർട്ടുമാണ് പുറത്തു വന്നത്. ഇവിടെ ഈ കേസ് കുത്തിപ്പൊക്കിയ കുഴൽനാടൻ എന്തിനിതൊക്കെ കുത്തിപ്പൊക്കുന്നു എന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു. അതുമാത്രവുമല്ല, കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി കസേരയ്ക്ക് അടിയാണ്, അതുകൊണ്ട് ഗ്രൂപ്പ് കളിച്ച് കോൺഗ്രസ് വീണ്ടും സീറ്റുകൾ നഷ്ടപ്പെടുത്തുമെന്ന തരത്തിലൊക്കെ വലിയ വാർത്തകൾ പരക്കുന്ന സമയത്താണ് പ്രിയങ്ക കേരളത്തിലേക്ക് എത്തുന്നത്. വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനുമായി ടൗൺഷിപ്പ് നിർമ്മാണത്തിന്റെ ഭാഗമായി തറക്കല്ലിടാനാണ് വന്നതെങ്കിലും ഗ്രൂപ്പ് കളിച്ച് നടക്കുന്ന നേതാക്കളെ വരച്ച വരയിൽ നിർത്തുക എന്ന ഉദ്ദേശം കൂടി ഇവിടെ ഉണ്ട് എന്ന് വ്യക്തമാണ്. ഇവിടെ കോൺഗ്രസ് പല വഴിക്കാണ് എന്ന് ലീഗിന് അപ്രീതി ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെയോ പ്രിയങ്കയോ കാണണമെന്നും അവർ പറയുകയും ചെയ്തിരുന്നു. ഇവിടെ ആദ്യം ഹൈക്കമാൻഡിന്റെ ഭാഗമായി ആദ്യം ഒരു ചർച്ച നടന്നു. അതിനു പിന്നാലെയാണിപ്പോൾ ലീഗിനെ സംതൃപ്തിപ്പെടുത്താനും കൂടെ കട്ടയ്ക്ക് നിർത്താനുമൊക്കെയായിട്ട് പ്രിയങ്ക ഇഫ്താറിന്റെ ഭാഗമായി വയനാട്ടിലെത്തിയത്. ഇവിടെ ആദ്യ കടമ്പ വയനാട് ലോക്സഭയിൽ ഉൾപ്പെടുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പാണ്. രാഹുലിനെ പോലും മറികടന്ന് പ്രിയങ്ക വമ്പൻ ഭൂരിപക്ഷത്തിൽ വയനാട്ടിൽ നിന്ന് വിജയിച്ച് കയറുമ്പോൾ ഇവിടെ വലിയ ഒരു പങ്ക് നിലമ്പൂരിനുണ്ടായിരുന്നു. മാത്രവുമല്ല, ആര്യാടന്റെ കാലത്ത് 35 വർഷം കോൺഗ്രസിന്റെ കുത്തക സീറ്റുമായിരുന്നു അത്. അൻവറിലൂടെ അത് നഷ്ടപ്പെടുമ്പോൾ ഇന്ന് ആ അൻവർ തിരിച്ച് UDF പാളയത്തിലുമാണ്. CPIMന് വിജയിക്കാൻ പാകത്തിനൊരു സ്ഥാനാർത്ഥി മുഖവും ഇല്ലാതിരിക്കുമ്പോഴാണ് എല്ലാ രാഷ്ട്രീയ പരിസരവും കോൺഗ്രസിന് അനുകൂലമാകുന്നത്. അതാണ് പ്രിയങ്ക ഏറ്റെടുത്ത് പറയുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം നടന്ന ഇഫ്താർ സംഗമത്തിൽ വമ്പൻ നീക്കവും പ്രിയങ്ക നടത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. അത് ഷൗക്കത്തിന് പച്ചക്കൊടി വീശിയതാണോ എന്നാണിനി അറിയാനുള്ളത്.